ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ വീടൊക്കെ പൊളിച്ചു കളയും, ഞങ്ങളെ തറ വരെ മാന്തി എടുക്കുമെന്ന് പറഞ്ഞു. ഞങ്ങളാദ്യം ഭീഷണിപ്പെടുത്തി, ഞങ്ങളതിനൊന്നും വഴങ്ങിയില്ല. ഒരു ദിവസം കൂലിപ്പണിക്ക് പോയില്ല എങ്കിൽ ഞങ്ങളുടെ വീട് പട്ടിണിയാണ്. അതൊക്കെ ഞങ്ങൾ തരണം ചെയ്തിട്ടാണ് ഈ നിരാഹാര സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നത്. ചൂരൽമലയിലെ പോലെ നമുക്ക് സംഭവിക്കൂല അമ്മമ്മ എന്നല്ല പറയുന്നത് കുട്ടികൾ. ഞങ്ങളെ വീട് സുരക്ഷിതമാണോ, വേറെ ഒന്നും വേണ്ട, വേറെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട. നമ്മളിപ്പോൾ ഉള്ളത് നെടിയങ്ങയാണ്. നമുക്കറിയാം ഈ 2-3 ദിവസങ്ങളായി ഈ നെടിയങ്ങയുമായി ബന്ധപ്പെട്ട് പണയടിക്കലുമായി ബന്ധപ്പെട്ടുള്ള വിഷയം നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടുത്തെ നാട്ടുകാരുള്ളത്. ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു ഘടന മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട് കുടുംബങ്ങളുണ്ട്, ഇതിന് താഴെയുള്ള കുടുംബങ്ങളുണ്ട്, അങ്ങനെ ഒരുപാട് നിരവധി കുടുംബങ്ങൾ ഈ ഭാഗങ്ങളിലുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടുത്തെ 3-4 പേർക്ക്, ഇവിടുത്തെ കുടുംബങ്ങളുടെ 3-4 പേർക്കെതിരെ കേസൊക്കെ എടുത്തിട്ടുണ്ട്. കാരണം ഈ പണ അടിക്കുന്നവർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കെതിരെ ഭീഷണി ഉയരുന്നുണ്ട്, നമുക്ക് പ്രൊട്ടക്ഷൻ വേണം എന്ന രീതിയിലായിരുന്നു അവരുടെ ഒരു സമീപനം ഉണ്ടായത്. ആ സമീപനത്തോടു കൂടിയാണ് ഇവിടെയുള്ള ഈ നാട്ടുകാരായിട്ടുള്ള 3 പേർക്കെതിരെ ഒരു കേസ് എന്ന നിലയിലും പോയിട്ടുള്ളത് എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഹൈക്കോടതിയിൽ നിന്നും പറഞ്ഞിട്ടുള്ളത് ഇവിടെ പോലീസുകാരുടെ ഒരു നിരീക്ഷണം വേണം, അവർക്ക് പ്രൊട്ടക്ഷൻ വേണം എന്ന നിലയിലാണ് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ മനുഷ്യന്മാർ 3 ദിവസമായി ആ നിരാഹാരം തുടരുകയാണ്. അത് 2023 ലാസ്റ്റ് തൊട്ട് തുടങ്ങിയ പ്രശ്നമാണ്. അപ്പോൾ ആദ്യമായിട്ട് ഇവിടെ ഈ സ്ഥലമാണ് അടിക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ ഞങ്ങൾ തടയേണ്ടായി, നാട്ടുകാരെല്ലാം കൂടി തടയേണ്ടായി. തടഞ്ഞു. അവർ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ വീടൊക്കെ പൊളിച്ചു കളയും, നിങ്ങളെ തറ വരെ മാന്തി എടുക്കുമെന്ന് പറഞ്ഞു. ഞങ്ങളാദ്യം ഭീഷണിപ്പെടുത്തി, ഞങ്ങളതിനൊന്നും വഴങ്ങിയില്ല. അത് കഴിഞ്ഞിട്ട് 2025 സമയത്ത് നമുക്കൊരു സമൻസ് ഹൈക്കോടതിയിൽ നിന്ന് വന്നു. ഹൈക്കോടതിയിൽ നിന്ന് സമൻസ് വന്നിട്ട് ഞങ്ങൾ 3 പേരിലാണ് കേസ് കൊടുത്തത്. ഞങ്ങൾ സാമൂഹിക ദ്രോഹികളാണ്, അവരെ മിഷൻസ് കത്തിച്ച് കളയും, 2 ലക്ഷം റുപ്യ അവരോട് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേസുണ്ടായത്. അങ്ങനെ ഞങ്ങൾ വക്കീലിനെ വെച്ച് ഹൈക്കോടതിയിൽ അവർക്ക് അപ്പോൾ പ്രൊട്ടക്ഷൻ ഓർഡർ കിട്ടി. അപ്പോൾ 2025 തൊട്ട് ഇവിടുന്ന് ഓരോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇതേപോലെ നമ്മളൊന്ന് വന്ന് തടയും, പോലീസുകാർ വരും, നമ്മളെ പിരിച്ചുവിടും. അങ്ങനെയായിരുന്നു. അവർക്ക് ഇങ്ങനെ ഒരു പ്രൊട്ടക്ഷനായിട്ട് പോലീസുകാർ വന്ന് നിൽക്കലോ പരിപാടിയൊന്നും ഉണ്ടായിട്ടില്ല. ഇത് സമുദായ മശാനാണ്. അപ്പോൾ സമുദായ മശാനത്തിൽ ഇവിടുന്നൊരു 50 മീറ്റർ ഇല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു 20 മീറ്ററിൻ്റെ അടുത്ത് ഉണ്ടായിട്ടും. അപ്പോൾ അതിന് നമ്മൾ അന്നത്തെ മെയിനായിട്ടുള്ള പ്രശ്നം ഉണ്ടായി. അങ്ങനെ അത് കഴിഞ്ഞു. മെയ് മാസത്തിൽ നമുക്ക് ഇതേപോലെ ഒരു സമൻസ് പുതിയൊരു കേസാക്കിയിട്ട് അവർ കൊണ്ടുവന്നു. അപ്പം നമ്മൾ പണ്ട് കൊടുത്ത കംപ്ലയിൻ്റൊന്നും വാല്യൂ ഇല്ലാത്ത രീതിയിൽ പുതിയ രീതിയിൽ ഒരു കേസാക്കി കൊണ്ടുവന്നു. അവർ പോലീസുകാരെ കൊണ്ടുവന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ പ്രകാശ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരാളാണ്, പണം നടത്തുന്ന ആളാണ്. അയാളുടെ പേരിലുള്ള സ്ഥലമാണെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സംശയമുണ്ട്, പ്ലോട്ട് മാറ്റി അടിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം വില്ലേജ് ഓഫീസിൽ പോയപ്പം നമുക്ക് ഇതിൻ്റെ കൈവശ സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ കിട്ടുന്നില്ല. പക്ഷേ ഇവർക്ക് പെട്ടെന്ന് സ്ഥലത്തിൻ്റെ കൈവശ സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം അവിടെ എല്ലാം സ്പീഡായിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ എത്ര പോയി ചോദിച്ചിട്ട് നമുക്ക് ഈ മശാനത്തിൻ്റെ കൈവശ സർട്ടിഫിക്കറ്റോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. എത്രയോ വർഷമായിട്ട് 3 ഏക്കറിലോളം പതിച്ചു കൊടുത്ത മശാനാണ്. ഇപ്പോൾ ആകെയുള്ളത് 50 സെൻറ്റ് മാത്രമേ ഉള്ളൂ. അതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മളെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങോട്ട് വന്ന് നോക്കുകയാണെങ്കിൽ നമ്മളതിൻ്റെ താഴെ നമ്മളെ കോളനിയാണ്, അവിടെ ചെങ്കുത്തായിട്ടുള്ള ഇറക്കമാണ്. അപ്പോൾ ഈ പാറേൻ്റെ ബലത്തിലാണ് അത് നിൽക്കുന്നത്. അങ്ങോട്ട് ഫുൾ മണ്ണാണ്, ഈ പാറയെല്ലാം അങ്ങോട്ടുള്ള സ്ഥലം. മറിച്ച് പിന്നെ വലിയ എന്താ പറയുക, വലിയ പാറകളാണ് അങ്ങോട്ടുള്ളത്. അപ്പോൾ ഈ പാറേൻ്റെ പിടുത്തം വിടുകയാണെങ്കിൽ അത് മൊത്തം നമ്മളെ വീട്ടിലേക്കായിരിക്കും വരുന്നുണ്ടാവുക. ഇങ്ങനെ ചെങ്കുത്തായിട്ടുള്ള ഇറക്കുക, ഫുള്ള് റബ്ബർ തോട്ടവും കാര്യങ്ങളായിട്ട്. അപ്പോൾ ഇവിടെ ഇപ്പോഴുള്ള വില്ലേജ് ഓഫീസറല്ല, ആദ്യത്തെ വില്ലേജ് ഓഫീസർ എഴുതി കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കോളനി ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് എഴുതി കൊടുത്തത്. അങ്ങനെയാണ് ഇവർക്ക് ജിയോളജി സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത്. അങ്ങനെ ഇവർ ഇവിടെ വന്നു അത് ചോദ്യം ചെയ്തപ്പം ഇതിന് മുമ്പുണ്ടായി വില്ലേജ് ഓഫീസർ എഴുതി കൊടുത്തു 500 മീറ്ററിൻ്റെ ഉള്ളിൽ പരിധിയിൽ വീടും കാര്യങ്ങളും കോളനികളും കാര്യങ്ങളും ഇല്ല എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. അങ്ങനെയാണ് രണ്ടാമത് ഇവർക്ക് ജിയോളജി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് ഇവർ വരുന്നത്. കാരണം ഇവിടുന്ന് ഒരു 200 മീറ്റർ കഷ്ടിയില്ല അങ്ങോട്ട് നമ്മളെ വീട്ടിലേക്ക്. റോഡ് മാർഗം കറങ്ങിക്കഴിഞ്ഞാൽ ഒരു 400 മീറ്റർ ഉണ്ട്. പക്ഷേ ഇങ്ങോട്ടൊരു 200 മീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ എന്താ പറയുക കോളും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതാണ് ഈ ഒരു ഭാഗത്താണ് ഈ പണയടിക്കുന്നത്. ഈ പണയം ഒന്ന് കണ്ടാൽ മനസ്സിലാകും. ഏകദേശം ഈ ഒരു മേഖല മുഴുവൻ ഈ പണയടിക്കാനുള്ള ഉത്തരവ് കിട്ടിയിരിക്കുകയാണ്. ഈ ഒരു മേഖല ഇവിടെ സമുദായ ശ്മശാനമാണ്. ഇവിടുത്തെ ആൾക്കാരുടെ സമുദായ ശ്മശാനം ഈ മേഖലയിലുണ്ട്. ഇവിടെ പണയം കൂടി അടിച്ചാൽ അവിടെ ആ സമുദായ ശ്മശാനം കൂടി ഇല്ലാതാകും എന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളും ഇവിടുത്തെ ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇതിന് താഴെ കൂടി നിങ്ങൾ കാണേണ്ടതുണ്ട്. ഇവിടെ താഴെ ഒരുപാട് ജനങ്ങൾ താമസിക്കുന്നുണ്ട്. മണ്ണിടിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ നിലവിൽ വന്നാൽ നേരെ ബാധിക്കുന്നത് അവിടുത്തെ ജനങ്ങൾക്കായിരിക്കും, ഈ ഭാഗങ്ങളിലെ ജനങ്ങൾക്കായിരിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് കാണാൻ സാധിക്കുന്നത്. ഞങ്ങൾക്ക് മിച്ചഭൂമി കിട്ടിയത് 25 സെൻറ്റ് 35 സെൻറ്റ് സ്ഥലമാണ്. അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് കൃഷിയോഗ്യമാക്കാനും വീട് വെക്കാനാണ് പട്ടയത്തിൻ്റെ അകത്ത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആ 35 സെൻറ്റ് 25 സെൻറ്റ് സ്ഥലം കിട്ടിയ ഫ്ലോട്ട് നമ്പറിലല്ല
ഇപ്പോൾ ഉള്ളതെന്നാണ് വില്ലേജ് ഓഫീസർ പറയുന്നത്. പിന്നെ ഇപ്പം വന്ന ഒരു ശാന്ത എന്ന് പറഞ്ഞ അവർ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഈ ടാങ്കിൻ്റെ മേലെയാണ് അവർക്ക് സ്ഥലമുള്ളത്. ഇപ്പം ഇവരോട് ചോദിച്ചപ്പം അവർ പറഞ്ഞത് ആ സ്ഥലങ്ങളൊക്കെ ഇവർ കൈക്കലാക്കിയതാണെന്ന്. അത് ഇതിൻ്റെ അടുത്ത് ശ്മശാനത്തിൻ്റെ അടുത്തുള്ള സ്ഥലത്തേക്ക് ഇവരെ എഴുതി തള്ളിയതാണെന്നാണ് ഇപ്പോൾ ഇവർ പറഞ്ഞത്. ശ്മശാനത്തിന് ഭയങ്കര പ്രശ്നമുണ്ട്. അങ്ങോട്ട് കയറിപ്പോകാനുള്ള സ്ഥലമില്ലാതാണ് അവർ കൊത്തുന്നത്. പിന്നെ നമുക്ക് കുടിവെള്ള പ്രശ്നമുണ്ട്. പിന്നെ നമ്മൾ ഇത് കല്ല് കൊത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു 10-15 ഒരുപാട് കുടുംബക്കാർ 100-300ഓളം കുടുംബക്കാർ പിന്നെ മണ്ണിടിഞ്ഞ് പോകും. ഇപ്പോഴും കുട്ടികൾക്ക് തന്നെ സ്കൂളും വിട്ട് കഴിഞ്ഞാൽ ഇവരാദ്യം പറയുന്നത് ഇവരെ പണം നിർത്തുന്ന പറയുന്നത് കുട്ടികളടക്കം. കുട്ടികൾ പറയുന്നത് ഉറങ്ങാൻ പറ്റുന്നില്ല, നമ്മളെ മോളാണെങ്കിൽ തീരെ ഉറക്കില്ല, പേടിയാണ്. ഈ പണയടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ കല്ലെല്ലാം ഇങ്ങോട്ട് ഉരുണ്ട് വരൂലെന്നല്ല പറയുന്നത്. അതുകൊണ്ട് കുട്ടികൾക്ക് തന്നെ ഭീഷണിയാണ്. ചൂരൽമലയിലെ പോലെ നമുക്ക് സംഭവിക്കൂല അമ്മമ്മയെന്നല്ല പറയുന്നത് കുട്ടികൾ. ഇത് 3-ാമത്തെ ദിവസമാണ് നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചിട്ട്. ഞങ്ങൾ ഈ ആദ്യത്തെ ദിവസം ഒരാളും ഇന്നലെ 6 പേരും ഇന്നും 6 പേരുമാണ് നിരാഹാര സത്യാഗ്രഹം നടത്തുന്നത്. ഞങ്ങൾക്ക് എന്തായാലും ശാരീരിക വിഷമങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അപ്പം ബന്ധപ്പെട്ട ഇവർക്ക് ആരാണോ അനുമതി കൊടുത്തത് അവർ ബന്ധപ്പെട്ട അധികാരികൾ ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും ഞങ്ങളുടെ നിരാഹാര സത്യാഗ്രഹം. എന്നിരുന്നാലും ഈ ചെങ്കൽ ഖനന മാഫിയക്കെതിരെ ശക്തമായ സമരപരിപാടി എന്തായാലും ഞങ്ങൾ ചെയ്യും. ഞങ്ങളുടെ മരണം വരെ ഇത് ചെയ്യാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. മരണം വരെയും ചെയ്യും. എന്തായാലും ഈ ഖനനം നിർത്തിത്തരാൻ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ മുൻകൈയെടുത്ത് ജിയോളജി വകുപ്പ് മുൻകൈയെടുത്ത് ആരൊക്കെയാണ് ഇവർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് ഇവർക്ക് ചെങ്കൽ ഖനനം നടത്താൻ പിന്നെ സമയമൊരുക്കി കൊടുത്തത് അവരെ ശക്തമായി ഇടപെട്ടുകൊണ്ട് ഞങ്ങളുടെ ഈ സമരപരിപാടിക്ക് നല്ലൊരു പരിഹാരം കണ്ടെത്തി തരുമെന്ന പ്രതീക്ഷയാണ് ഞങ്ങൾ ഇപ്പോഴും. ഈ ചെങ്കൽ ഖനനം ഇങ്ങനെ തുടരുകയാണെങ്കിൽ ഞങ്ങൾ ശക്തമായ നിരാഹാര സത്യാഗ്രഹത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ കോളനിക്കാരുടെ തീരുമാനം. വീട്ടിലെ കുട്ടികൾ 2-3 കുട്ടികളുണ്ട്. ഭർത്താവിന് സുഖമില്ലാത്ത ആളാണ്, ബൈപ്പാസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അവരെ അവിടെ വിട്ടെറിഞ്ഞിട്ടാണ് ഞാൻ ഈ നിരാഹാര സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. എന്തായാലും ഈ നിരാഹാര സത്യാഗ്രഹത്തിന് ഞങ്ങളുടെ കണ്ണീരിന് മുൻപിൽ ഒരാൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ ഒരു ദിവസം കൂലിപ്പണിക്ക് പോയില്ല എങ്കിൽ ഞങ്ങളുടെ വീട് പട്ടിണിയാണ്. അതൊക്കെ ഞങ്ങൾ തരണം ചെയ്തിട്ടാണ് ഈ നിരാഹാര സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. ഞങ്ങൾക്ക് എപ്പോഴും എല്ലാ കാര്യത്തിലും ബുദ്ധിമുട്ടാണ്. കാരണം പട്ടികവർഗ മേഖലകളെ അവർ പരിഗണിക്കുന്നില്ല എന്നാണ് എനിക്ക് കൂടുതൽ തോന്നുന്നത്. ഞങ്ങൾക്ക് പൈസ ഇല്ല, പ്രമാണമില്ല. പൈസ ഉള്ളവരെ പണവും സ്വാധീനവും ചെലുത്തിയിട്ടായിരിക്കൂല ഇങ്ങനെയുള്ള ചെങ്കൽ ഖനന മാഫിയ തുടരുന്നത്. അപ്പം ഞങ്ങളെ പോലെ കൂലിപ്പണി എടുത്തവരെ സഹായിക്കാൻ വേറെ ആരുമില്ലേ ഈ സമൂഹത്തിൽ? കളക്ടറായാലും ജിയോളജി ആയാലും സാമൂഹ്യ വകുപ്പായാലും ഏത് വകുപ്പായാലും ഈ ചെങ്കൽ ഖനന മാഫിയക്കെതിരെ ഒരു പരിഹാരം ഉണ്ടാക്കാതെ ഞങ്ങൾ ഈ നിരാഹാര സത്യാഗ്രഹം നിർത്തുകയില്ല. ഇത് വെള്ളം തന്നെ ഞങ്ങളുടെ വീടും കിണറും ഒന്നും ഉണ്ടാവില്ല. എല്ലാം ഈ വെള്ളം കൊണ്ടുപോകും. എനിക്ക് 56 വയസ്സായി. അത്ര കഷ്ടപ്പെട്ട് ഞങ്ങൾ ജീവിച്ചു. അങ്ങനെ കിണറും കുത്തി. ഞങ്ങളുടെ വീട് സുസ്ഥിരമാണോ? വേറെ ഒന്നും വേണ്ട. വേറെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട. 78 ഞങ്ങൾ ഇവിടെ വന്നതാണ്. അന്നേരം വെറും എൻ്റെ മുള്ളും പൂമുള്ളും കാടുമായിരുന്നു. അത് ദുരിതം ചെയ്ത് എത്തിയിട്ട് അത് വളപ്പായി. അങ്ങനെ ജീവിക്കുന്നത് നഷ്ടപ്പെട്ട സഹിക്കുമോ? വീട് വെക്കുവാനുമാണ് ഞങ്ങളെപ്പോലെയുള്ള പാവങ്ങൾക്ക് മിച്ചഭൂമിയായി അനുവദിച്ചത്. അതിപ്പം വില്ലേജ് ഓഫീസർ പറഞ്ഞിട്ടുള്ളത് ഇവിടെ പൊതു ശ്മശാനമില്ല എന്നും ST കോളനികൾ ഇവിടെ ഉൾപ്പെട്ടിട്ടില്ല എന്നുമാണ് വില്ലേജ് ഓഫീസർ സൈൻ വെച്ച് കൊടുത്തത്. അപ്പം ST കോളനി ഉണ്ട്, ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റിൻ്റെ ST കോളനി ഉണ്ട്. ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റിയുടെയും ചെങ്ങളൈ പഞ്ചായത്തിൻ്റെയും ഒന്നിച്ചുകൂടിയുള്ള പട്ടികവർഗ കുടുംബക്കാരുടെ ഒരു പൊതു ശ്മശാനമാണ് അതിൻ്റെ നടുക്കുള്ളത്. അതിൻ്റെ ചുറ്റുവട്ടമാണ് അവരിപ്പം സ്ഥലം വാങ്ങി പണയടിക്കാനുള്ള ചെങ്കൽ ഖനനം നടത്താൻ അവർ തീരുമാനിച്ചിട്ടുള്ളത്. ഇത് ഒരു സ്ഥലം അവർ ചെങ്കൽ ഖനനം നടത്തിയാൽ ഇതിൻ്റെ ചുറ്റും അവർ ചെങ്കൽ ഖനനം നടത്തുമെന്ന് ഞങ്ങൾക്ക് കൃത്യമായി ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ പൊതു ശ്മശാനം നഷ്ടപ്പെടും. ഇതിൻ്റെ താഴെ ചെങ്കുത്തായ സ്ഥലമാണ്. അവിടെയാണ് ഞങ്ങളെപ്പോലെയുള്ള പാവപ്പെട്ട 10-12 കുടുംബങ്ങൾ താമസിക്കുന്നത്, പട്ടികവർഗ കുടുംബങ്ങൾ. ഞങ്ങളോട് നേരെ താഴെയും 400-ലധികം മുസ്ലിം ക്രിസ്ത്യൻ കുടുംബാംഗങ്ങളുമുണ്ട്. ഈ ചെങ്കൽ ഖനനം ഇവിടെ നടത്തിയാൽ പിന്നെ അള്ളുള്ള സ്ഥലം കൂടിയാണ്. വലിയ ഗർത്തങ്ങളുള്ള പോലെയുള്ള സ്ഥലമാണ്. ഞങ്ങളുടെ പഞ്ചായത്ത് കിണറടക്കം ഗുഹയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇവിടെ ചെങ്കൽ ഖനനം നടത്തിയാൽ എന്തായാലും ഇത് പൊട്ടി
ഞങ്ങളുടെ വീടിനും സ്വത്തിനും ജീവനും ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. അതുകൊണ്ട് കൃത്യമായ ഇതിൻ്റെ നടപടികൾ പെട്ടെന്ന് തന്നെ സ്വീകരിക്കാൻ വേണ്ടപ്പെട്ട അധികാരികളോട് ഞങ്ങൾ താഴ്മയോടുകൂടി അഭ്യർത്ഥിക്കുകയാണ്. എൻ്റേതാണ്, എൻ്റെ സ്ഥലം പണയം അടിച്ചിനൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നതാണ്. പിന്നെ മാറി സ്ഥലം എൻ്റേതാണോ അടിച്ചതെന്ന് എനിക്കറിയില്ല. എൻ്റേതാണ് ഇവിടെ ഉണ്ടായ സ്ഥലം, ഇവിടെ ഇപ്പുറത്ത്. ചേച്ചിയുടെ മാത്രമാണ് വേറെ ആരുടെ സ്ഥലം ഉണ്ട്, നമ്മളെ അടുത്തുണ്ട്. അതിന് പറയണമെങ്കിൽ നമുക്ക് അങ്ങ് ദൂരെ പോകണം. അവരെ ഫോൺ നമ്പർ ഒന്നുമില്ല പറയണമെങ്കിൽ. 3 ദിവസമായി ഇവിടെ സത്യാഗ്രഹം തുടങ്ങുന്നത്. എന്തായാലും ഇതിനെ ഒരു പരിഹാരം കാണുന്നതുവരെ ഈ നിരാഹാര സമരം തുടരും എന്ന് തന്നെയാണ് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത്. അത് എത്ര ദിവസമായാലും ഞങ്ങൾക്ക് നീതി കിട്ടുന്നതുവരെ ഞങ്ങൾ ഈ ഒരു സമീപനം, ഈ ഒരു നിരാഹാര സമരം തുടരും എന്ന രീതിയിൽ തന്നെയാണ് ഇവർ സംസാരിക്കുന്നത്. ക്യാമറ പേഴ്സൺ ജിഷ്ണുവിനൊപ്പം അതുൽ ബ്ലാത്തൂർ, ഏജാനെറ്റ്.